എന്താ ശരി, മാനന്തവാടി വിറപ്പിച്ച കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്. അപ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ജനവാസ മേഖലയിൽ, വയനാട്ടിലെ ജനവാസ മേഖലയിൽ പായോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഒറ്റയാൻ ആദ്യം ഇറങ്ങിയത്. അതിനുശേഷം ഈ ആന പല സ്ഥലങ്ങളിലേക്ക് ജനവാസ മേഖലയിലേക്ക് മാറി. അവിടുത്തെ കോടതി സമുച്ചയത്തിലേക്ക് ഓടിക്കേറി, അതിനുശേഷം ന്യൂമാൻസ് കോളേജിന്റെ വളപ്പിലേക്ക് ഓടിക്കേറി, പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോയി. ഇപ്പോൾ ഈ ആന ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ ജംബോയുടെ ഭാഗമായി കർണാടക സർക്കാർ കർണാടക വനം വകുപ്പ് 2 ആഴ്ചയ്ക്ക് മുൻപ് പിടികൂടിയ ആനയാണ് ഇതെന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. തണ്ണീർ എന്ന് പേരുള്ള ആനയാണ് ഇപ്പോൾ ഈ മാനന്തവാടി ടൗണിനെ, മാനന്തവാടിക്കാരെ, വയനാടിനെ ഒക്കെ വിറപ്പിച്ച് ഇവിടെ ഈ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. മാനന്തവാടിയിൽ എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആനയെ കാടുകയറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. പക്ഷേ കാടുകയറ്റൽ എത്രത്തോളം നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല, സങ്കീർണമാണ് കാര്യങ്ങളെല്ലാം. വനംവകുപ്പും പോലീസും ഒക്കെ സംയുക്തമായി ഈ ഓപ്പറേഷൻ തുടരുകയാണ്.